അസ്സലാമു അലൈക്കും. ഞാനേ ഈ മണ്ണ് ഉരുട്ടിന് എന്താ അറിയെങ്കിൽ ഇത് കവിളത്ത് വെക്കാനുള്ള കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ കവറിൻ്റെ ഉള്ളിൽ കഫമുടൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു ഉണ്ട മണ്ണ് ഇങ്ങനെ കവിളത്ത് വെക്കും. അതിനുള്ള മണ്ണത് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിനല്ല ഇപ്പോൾ ഞാൻ ഈ വോയിസ് വിടുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം ഞാനേ പിന്നെ ഒരു സുഖമില്ലാത്ത ഒരാളെ വീട്ടിൽ പോയപ്പോൾ പിന്നെ അവിടെ ഒരു സംഗതി ഞാൻ കണ്ട് പറഞ്ഞാൽ അവിടെ എന്താ വെച്ചാൽ ഒരു പറ്റ സീരിയസ് ആയിട്ടുള്ള ഒരു പെണ്ണ് ഒരാൾ ആണായാലും പെണ്ണായാലും പറ്റ സീരിയസ് ആയിട്ടുള്ള സക്രാത്ത് കിടക്കണ ഒരു പെണ്ണ് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോണ്ട് ഉറക്കണ്ട് യാസീന് ഇന്ത്യാദി സൗണ്ട് അറിയാം. ഒരു പിന്നെ 10-15 ആൾക്കാരെങ്കിലും ഉണ്ടോ ഉറക്കം അങ്ങനെ യാസീൻ ഭയങ്കര ഒച്ചയിൽ യാസീൻ ഇങ്ങനെ ഓതുക. അപ്പോൾ ഞാൻ അവരോട് വെച്ചിട്ട് എന്താ മരിച്ചോ എന്താ സംഗതി വെച്ചപ്പോൾ ഇല്ല മരിക്കാൻ സക്രാന്ത് കിടക്കുകയാണ്. അപ്പോൾ ഏതൊരാൾ പറഞ്ഞതാണല്ലോ നിങ്ങൾ യാസീൻ ഉറക്കം ഓതിക്കോളി എന്ന് പറഞ്ഞല്ലോ. ശരിക്കും അതൊക്കെ മഹാ തെറ്റ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനൊക്കെ സക്രാന്ത് കിടക്കുന്ന സമയത്ത് യാസീൻ ഓതാ എങ്ങനെയാ വെച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് മാറ്റുക റൂമിൽ നിന്ന്. കാരണം ഇത് അത്രയും സീരിയസ് ഉള്ള ആൾക്കാർക്കുള്ള കാര്യമായിട്ടോ പറയണേ. ഞാൻ റൂമിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരാൾ എന്ത് ചെയ്യുക ആ മനുഷ്യന്റെ കാൽഭാഗത്ത് ഇരുന്നിട്ട് അയാളെ സ്വന്തം ശരീരം കേൾക്കുന്ന കോലത്തിൽ എന്ത് ചെയ്യുക മെല്ലെ യാസീനോ സൂറത്ത് റായത എന്തെങ്കിലും യാസീനോ സൂറത്ത് റായത ഇതിലേതെങ്കിലും ഒന്ന് ഓതുക. അതന്നെ ഈ മനുഷ്യൻ എന്താക്കാൻ പാടില്ല കേൾക്കാത്ത കോലത്തിലും എല്ലാം അവനാന്റെ തടി കേൾക്കുന്ന കോലത്തിൽ ഓതുക. അതെന്താ വെച്ചാൽ റൂഹ് പിരിയുന്ന സമയത്ത് അതൊരു ആശ്വാസത്തിൽ വേണ്ടിയിട്ട് റൂഹ് പിരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി. അല്ലാതെ ഇത് 10-15 ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്തിയാദി സൗണ്ടാണ് ആ കേട്ട് ആ മനുഷ്യനൊക്കെ ചെവിട് കേൾവി പെട്ടെന്ന് നഷ്ടപ്പെടില്ല. നാവ് ചിലപ്പോൾ പൊന്തല്ലാവില്ല, കണ്ണ് കാണാൻ കഴിയില്ല, പക്ഷെ കേൾക്കും. അപ്പോൾ ആ മനുഷ്യനൊക്കെ ഇന്നെ കൊല്ലാണ് എന്ന് വിചാരിക്കും. അത് നല്ലോണം ശ്രദ്ധിക്കാം. ഈ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നാണ് വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊക്കെ ഈ സീരിയസ് ആയ മനുഷ്യന് ഒറ്റ സുഖമില്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുടുംബക്കാരും ഇവലൊക്കെ വിളിച്ചു പറയും എന്ത് തീരെ സുഖമില്ല പിന്നെ സീരിയസ് ആണ് എന്ന് പറഞ്ഞ സമയത്ത് അതേമാതിരി തന്നെയാണ് ഈ കലിമ ചൊല്ലി കൊടുക്കലുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ട്. അത് എങ്ങനെ വെച്ചാൽ അതും കൂടി പറഞ്ഞുതരാം. അത് എങ്ങനെ ചെല്ലേണ്ടി വെച്ചാൽ അനന്തരാവകാശികൾക്ക് പറ്റൂല, അയാൾക്ക് ദേഷ്യമുള്ള ആളെ പറ്റൂല, അസൂയ അയാൾക്ക് വെറുപ്പുള്ള ആളുകളൊന്നും ചൊല്ലി കൊടുക്കാൻ പാടില്ല. മൂപ്പർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ബുദ്ധിമുട്ടില്ലാത്ത ആളുകളെ ചൊല്ലി കൊടുക്കാൻ പാടുള്ളൂ. അതന്നെ എങ്ങനെ ചെല്ലേണ്ടി വെച്ചാൽ ആ മനുഷ്യനോട് നിങ്ങൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോളി എന്ന് പറയാം. പിന്നെ ആ റൂമിൽ എന്താക്കാൻ പാടില്ല, ഒരു സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത് വന്നിട്ട് മരിക്കുന്നത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ അധികം പെണ്ണുങ്ങളുണ്ടാവുക. ഇത് അധികം പെണ്ണുങ്ങളെ ഒരു മെയിൻ പരിപാടി. ആണുങ്ങൾ അത്ര ഉണ്ടാവില്ല. ഇങ്ങനെ മരിക്കുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും. ഇപ്പം മരിക്കും. അപ്പോൾ ഇതിന് ഓരോരുത്തർ ചെല്ലിക്കോളി ലായിലാ ചെല്ലിക്കോളി ചെല്ലിക്കോളിട്ടോ വല്യമ്മേ അല്ലെങ്കിൽ അമ്മായിയെ ലായിലാ ചെല്ലിക്കോളിട്ടോ അങ്ങനെ പറയും. ഒരു പ്രാവശ്യം ചെല്ലാൻ പാടുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലാനൊന്നും പാടില്ല. ഒരു പ്രാവശ്യം ചെല്ലി കൊടുത്താൽ പിന്നെ ആ റൂമിൽ സംസാരം ഉണ്ടാകാൻ പാടില്ല. ആ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ലായിലാ ഇല്ലല്ലാഹ് എന്നിട്ട് ചെല്ലി കൊടുത്തിട്ട് ചെല്ലിക്കോളിന്നോ പറഞ്ഞോളിന്നൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അത് ലായിലാ ഇല്ലല്ലാഹ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താ പറയാ പിന്നെ സുഖമില്ലാതെ കെടുക്കിണ്ടെന്ന് പറഞ്ഞ് അങ്ങപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ ആള് ചിലപ്പോൾ ചെല്ലിട്ടുണ്ടാവും. അയാളോട് മുത്തമ്മ കണ്ണ് തുറക്കി ഞാൻ വന്നിക്കണ്, അളാമയെ കണ്ണ് തുറക്കി ഞാൻ വന്നിക്കണെന്ന് ഇങ്ങനെ പറയും. അപ്പൊ എന്തായി അവസാനത്തെ തൗഹീദ് നമ്മൾ അവസാനത്തെ കലിമ ചെല്ലേണ്ടത് അവിടെ മാഞ്ഞു പോയി. നമുക്ക് ജീവിതത്തിൽ ആ പാടെ ജീവിക്കണ തന്നെ എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന സമയത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് ചെല്ലിയ മനുഷ്യൻ പിന്നെ രണ്ടാമത് നിങ്ങൾ ഈ കണ്ണ് തുറക്കി പിന്നെ ഞാൻ വന്നിക്കണ് അല്ലെങ്കിൽ കുഞ്ഞോനാണ് സഹീറാണ് മൻസൂറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പൊ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താവും, സംസാരിക്കും ചിലപ്പോ നമ്മൾ കേൾക്കൂല. അപ്പൊ അവസാനത്തെ വാക്ക് എന്താ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് മാറും. നല്ലോണം ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താ അറിയോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ധൈര്യത്തിൽ ആരെ മുന്നിലും പറയാം. നിങ്ങൾ സ്വന്തം കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തം റൂമിൽ നിങ്ങോട്ട് മാറിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ മരിക്കിനോടത്ത് ഇങ്ങനെ നോക്കിക്കണ ഏർപ്പാട്. പിന്നെ അതിങ്ങനെ നോക്കിക്കണ നല്ലതൊന്നല്ല. അതുപോലെ തന്നെ മയ്യത്ത് ചില പെണ്ണുങ്ങളെ സ്വഭാവമുണ്ട്. മയ്യത്തൊക്കെ മരിച്ചാൻ പാടെ തന്നെ മയ്യത്തൊക്കെ കട്ടുമ്പോ കിടത്തി കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കും. ഈ മയ്യത്തിനെങ്ങനെ നോക്കിക്കല് ദാരിദ്ര്യം വർദ്ധിക്കുന്ന പറഞ്ഞ കേട്ട് ഞാൻ പുസ്തകത്തിൽ വായിച്ചാട്ടോ. ദാരിദ്ര്യം വർദ്ധിക്കുക മയ്യത്തിന് ഇങ്ങനെ നോക്കിയെന്നാൽ ആ മയ്യത്ത് അവിടെ കിടന്നോളൂ. അതിന്റെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ നിന്നോളൂ. അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറ് ഇതൊരു മെസ്സേജായിട്ട് കൂട്ടിയിട്ട് ഈ കാര്യം എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്തായാലും എത്തിച്ചു കൊടുക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം അധികം ഈ പെണ്ണുങ്ങൾക്കുള്ള മെയിൻ സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓലത്താണ് കൂടുതലും കാണുക. ഈ റൂമിൽ നിങ്ങൾ പെക്കോളി എന്ന് പറഞ്ഞാലും ഓല് പോകില്ല. ഓലെ ഇങ്ങനെ മരിക്കുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കും.
അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. കലിമ ചൊല്ലി കൊടുത്താൽ പിന്നെ ലായിലായിലുള്ള ചൊല്ലി കൊടുത്താൽ റൂമിൽ നിന്ന് സംസാരങ്ങൾ പോയോ. എത്ര ബന്ധുക്കളാണെങ്കിലും ജീവിക്കുന്ന കാലത്ത് തിരിഞ്ഞോക്കാത്ത ആൾക്കാരെ അന്നേരം വന്നിട്ട് എളാമിനി വെല്ലിമീനൊക്കെ വിളിക്കുക. അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലായിലായിലുള്ള ചൊല്ലി കൊടുത്താൽ പിന്നെ ആ റൂമിൽ നിന്ന് സംസാരം ഉണ്ടാവാൻ പാടില്ല. അയാൾ കേൾക്കുക, ഉറക്കെ വർത്തമാനം പറയാൻ പാടില്ല. ഖുർആനൊക്കെ ഓതാണെന്നുണ്ടെങ്കിൽ അവനാണ് തടി കേൾക്കുന്ന കോലത്തിലേക്ക് ഓതാൻ പാടുള്ളൂ. ഇത് എവിടെയും ഏത് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാം, നിങ്ങൾ മാറിക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്, ഇങ്ങനെ ചെയ്യേണ്ടി എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഏതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കുക. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പൊരുത്തപ്പെടുക. അസ്സലാമു അലൈക്കും.